Hi friends, welcome to Relax and Watch. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസയറിൻ്റെ പുതിയ മോഡൽ 2018 മോഡൽ ZXi ഓട്ടോമാറ്റിക്. അപ്പോൾ ഇതിൻ്റെ ബിൽറ്റ് ഇൻ വരുന്ന സെറ്റ് മാറ്റിയിട്ട് നമ്മളൊരു ആൻഡ്രോയിഡ് സെറ്റ് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് സ്വന്തമായിട്ട് തനിയെ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ വാങ്ങിച്ചേക്കുന്നത് വുഡ്മാൻ എന്ന കമ്പനിയുടെ ബിഗ് ബി ലിമിറ്റഡ് എഡിഷൻ ഒരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സെറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ വുഡ്മാൻ ഞാൻ വാങ്ങിച്ചത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്, ഓർഡർ ചെയ്തത്. 2GB 16GB ഇതാണ്. നമുക്ക് ഇതിൽ കാറിൻ്റെ മോഡൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റം മെയ്ഡ് കറക്റ്റ് ഫിറ്റിങ്ങോടെ ഉള്ള സാധനം വരും. നമ്മൾ വേറെ അഡീഷണൽ ആയിട്ടുള്ള ഇതിൻ്റെ ഫ്രെയിമോ കാര്യങ്ങളോ ഒന്നും ഫിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനിപ്പോൾ നമ്മുടെ വണ്ടിക്ക് സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് എല്ലാം ഉണ്ട്. അതിനുള്ള അഡാപ്റ്ററും കാര്യങ്ങളും എല്ലാമാണ് വരുന്നത്. നമ്മൾ അതിനകത്ത് ഒരു 10 രൂപയുടെ സാധനം പോലും അതിനകത്ത് എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെടുത്ത് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ചെയ്താൽ മാത്രം മതി. അപ്പം മാരുതിയുടെ ഓപ്ഷൻ എല്ലാ വണ്ടികളുടെയും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്വിഫ്റ്റ് അല്ല ഡിസയർ 2017-20 മോഡൽ ടൈപ്പ് 3 മോഡൽ. അപ്പോൾ അതിടുമ്പം അതിന് 14,999 രൂപ വരുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരു ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു കൂപ്പൺ കോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുമ്പോൾ 1,500 രൂപ കുറച്ചു. എനിക്കന്ന് 13,500 കിട്ടിയത്. ഇപ്പോൾ ഇവർ ഒരു കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്, ഡീൽ പറഞ്ഞൊരു കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്. അതിന് 500 രൂപയാണ് അതിൻ്റെ കുറവ് ഡിസ്കൗണ്ട്. സോ അതെൻ്റെ കാർട്ടിൽ ആഡ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റിന് മുമ്പ് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് കുറച്ച് കിട്ടും. ഇവരുടെ ഓർഡറൊക്കെ ഭയങ്കര സ്മൂത്താണ്. വൺസ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതിലേക്ക് മെസ്സേജ് വരും. വാട്സാപ്പിൽ അവർ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരും. ഒരു ദിവസത്തിനുള്ളിൽ പിറ്റേ ദിവസം തന്നെ ഒരു പാഴ്സൽ അയക്കും. ബൈ എയർ ആണ് വന്നത്. രണ്ടാമത്തെ ദിവസം എനിക്കിവിടെ സാധനം കിട്ടി. സോ എല്ലാം വളരെ ഫാസ്റ്റാണ് അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ. കസ്റ്റമർ കെയറും അതുപോലെ എനിക്കുണ്ടായിരുന്ന ഡൗട്ടുകളൊക്കെ ഞാൻ അവർക്ക് വാട്സാപ്പ് ചെയ്തപ്പോഴൊക്കെ അപ്പോൾ തന്നെ അവർ എല്ലാത്തിനും റിപ്ലൈ ചെയ്ത് തന്നു. പിന്നെ ഇതിൻ്റെ സർവീസ് സെൻറ്റർ കാര്യങ്ങളൊക്കെ തന്നെ മിക്കവാറും എല്ലാ സിറ്റികളിലും അവർ അതിനൊരു സർവീസ് സെൻറ്റർമാരുണ്ട്. നമ്മളിപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന സിറ്റിയിലാകുമ്പോൾ അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, മെയിൽ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതിൻ്റെ സർവീസ് സെൻറ്റർ എവിടെയാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ സിറ്റിയിലുള്ള ഡീലറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ അയച്ചു തരും. ഞാനിപ്പോൾ ഇത് തനിയെ മാറ്റി ഫിറ്റ് ചെയ്യാൻ പോവാണ്. ബട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് സെറ്റ്. ഇപ്പോൾ ഇതാണ് ഇതിനകത്ത് സെറ്റിനകത്തുള്ള കാറിൽ വന്നിരിക്കുന്ന ബിൽറ്റ് ഇൻ സെറ്റ്. ഇതാണ്. ഇത് മാറ്റിയിട്ട് മറ്റേ ബിഗ് ബിയുടെ ഇത് വെക്കാനാണ് പോകുന്നത്. അപ്പം അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ചെറിയൊരു സ്പൂണോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വണ്ടിക്കകത്ത് പോറലൊന്നും വീഴാത്ത രീതിയിൽ ശ്രദ്ധിച്ചോളുക. അതിന് ഞാനിപ്പോൾ ചെറിയൊരു കർച്ചീഫ് മാതിരിയുള്ളത് വെച്ചിട്ട് ഇത് ഈ ഭാഗത്തേക്ക് കെട്ടി ചെറുതായിട്ട് ഇനി ഒന്ന് മേപ്പോട്ടൊന്ന് കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങ് പതുക്കെ ഇങ്ങനെ ഇതൊക്കെ ഈസിയായിട്ട് വരുന്ന കാര്യങ്ങളാണ്, പേടിക്കാനൊന്നുമില്ല, പൊട്ടിപ്പോകുന്നില്ല. അതെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ സെറ്റ് പതുക്കെ ഇവിടെ 2 സ്ക്രൂ ഉണ്ടാവും. ആ സ്ക്രൂ പതുക്കെ ഇങ്ങ് ഊരിയെടുക്കുക. ഊരിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ സെറ്റ് പതുക്കെ ഇങ്ങ് ഇളക്കാം. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലെല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പിലുള്ള ഐറ്റങ്ങളാണ്. അതെല്ലാം നമുക്ക് ഊരിങ്ങെടുക്കാം. പുഷ് ബട്ടൺമാരിയുള്ളത് പതുക്കെ പ്രസ് ചെയ്ത് ഇങ്ങെടുക്കാം. ഇത്രയുള്ള സംഭവം. ഇത് ഊരി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പം ഈ അഡാപ്റ്ററുകളിലേക്ക് ഫിറ്റാകുന്ന രീതിയിൽ അവർ അതിനനുസരിച്ചുള്ള അഡാപ്റ്ററുകളും സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതാണ് വുഡ്മാൻ്റെ സാധനം, കാർ സ്റ്റീരിയോ. ഇപ്പോൾ ഇവരുടെ പുറകിൽ ഇതിന് ഇവിടെ എല്ലാം അഡാപ്റ്റർ ഉണ്ട്. ഈ അഡാപ്റ്ററിൽ നിന്ന് നമ്മുടെ ഈ കാറിലേക്കുള്ള കാറിൽ നിന്ന് വരുന്ന ഇങ്ങനത്തെ അഡാപ്റ്ററുകളില്ലേ, സോ ഇതിലേക്ക് കറക്റ്റായിട്ട് ഫിറ്റാകട്ടെ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അവർ ഇതിൻ്റെ കൂടെ തന്നെ അയച്ചു തരുന്നുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് മോഡലും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നാൽ മാത്രം മതി.
നമ്മുടെ ഏത് വണ്ടി ആയാലും അതിൻ്റെ പാനലിനനുസരിച്ചുള്ള സാധനമാണ് വരുന്നത്. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ പാനിയറിൻ്റെയൊക്കെ സെറ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ അതിന് അഡാപ്റ്റ് ആവാനായിട്ടുള്ള ഫ്രെയിമും കാര്യങ്ങളും എല്ലാം നമ്മൾ തനിയെ വാങ്ങിക്കണം. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോളിനുള്ള ഇതൊക്കെ തനിയെ വാങ്ങിക്കേണ്ടി വരും. അതെല്ലാം കൂടെ വരുമ്പോഴത്തേന് പിന്നെ ഒരു 5000-6000 രൂപ എക്സ്ട്രാ പോകും. ഇതങ്ങനെയല്ല, എല്ലാം അങ്ങനെ നമ്മളൊരു റെഡി ടു ഫിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. അപ്പം നമ്മൾ ഇതിനായിട്ട് വേറെ ഒരു കാര്യവും വാങ്ങിക്കാനോ ഒന്നും നിൽക്കണ്ട. ഇതിൽ റിവേഴ്സ് ക്യാമറയുടെ ഇതും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിന് നേരത്തെ ഉള്ള റിവേഴ്സ് ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലഗ് എടുത്ത് ഇതിനകത്തോട്ട് കൊടുത്താൽ മതി, അതിൻ്റെ പിന്നെടുത്ത് കൊടുത്തിരുന്നാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ക്യാമറ ഇതിൻ്റെ കൂടെ വരുന്നത് നമ്മൾ തനിയെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇതും പഴയ സെറ്റുമായിട്ടുള്ള വ്യത്യാസം നോക്കിക്കോളും. ഇതിന് നല്ല വെയിറ്റും ഉണ്ട്. ഒരു ട്രഡീഷണൽ ടൈപ്പ് പെട്ടി പോലത്തെ സാധനമാണ്. ഇത് ആകുമ്പം തീരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഒന്നുമില്ല, സാധനം ഇത്രയേ ഉള്ളൂ. ഇതാണ് സംഭവം. ഈ പിന്നുകളും കാര്യങ്ങളെല്ലാം എൻ്റെ കൂടെ വരുന്നുണ്ട്. നമുക്ക് ശരിക്കുള്ള അൺബോക്സിങ് ചെയ്യാൻ പറ്റിയില്ല, ആ സമയത്ത് ഞാനത് വിട്ടുപോയി. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ കൂടെ വരുന്നത്. അതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. പോസ് ചെയ്യും. ഈ ബീഡിങ് അഴിച്ചിട്ട് ഈ സാധനം അപ്പോൾ അത് കൈ ഊരിയെടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ, അങ്ങനെ പേടിക്കാനൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഊരി വെച്ചതിന് ശേഷം നമ്മുടെ ഈ GPS-ൻ്റെ ഇത് വന്നിട്ട് ഫിറ്റ് ചെയ്യണം. അത് ഇവിടുന്ന് നമ്മൾ വയർ ഇവിടുന്ന് കൊണ്ടുപോയി നേരെ ഇതിലേക്കൂടെ കൊണ്ടുപോയി ഇതിനടിയിൽ കൂടെ കൊണ്ടുവരുന്നത്. അതാണ് GPS-ൻ്റെ വയറ്. ഈ GPS-ൻ്റെ വയർ ഇതിലേക്കൂടെ നമുക്ക് ഈസിയായിട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് ഇതിലേക്കൂടെ പാസ് ചെയ്ത് നേരെ ഇവിടെ കൊണ്ടുപോയി ഇവിടെ മേളിൽ GPS ഫിറ്റ് ചെയ്യുക. ഇവിടെയാണ് ഇപ്പോൾ GPS വെച്ചേക്കുന്നത്. ഈ വയർ പോകുന്ന വഴി നിങ്ങൾക്ക് കാണാം ഈസി ആയിട്ട്. ആ വയർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുക. ഇത് വന്നിട്ട് റിവേഴ്സ് ക്യാമറയുടെ പിന്നാണ്, AV പിന്ന്. ഇങ്ങനത്തെ ഒരു എക്സ്റ്റേണൽ മൈക്ക് ഇതിൻ്റെ കൂടെ വരും. ഈ മൈക്ക് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ വയറ് ഇതിലേക്കൂടെ കൊണ്ടുവന്ന് ഈ ഭാഗത്തൂടെ കൊണ്ടുവന്ന് ഈ ഇതിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റ് വരും. സോ ഇതിൽ നമുക്ക് ഈ ഓഡിയോ ജാക്ക് കൊടുക്കേണ്ട പോയിൻ്റ് വന്നിട്ട് ഇതാണ്. സോ അപ്പം ഇതിലേക്കൂടെ ഈ വയറെടുത്തതിന് ശേഷം ആ എക്സസ് വയറൊക്കെ പിന്നീട് നമുക്ക് ടേപ്പ് ചെയ്ത് കറക്റ്റായിട്ട് വയ്ക്കാം. ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാം. ഇനി നമുക്ക് ഈ വയറ് കറക്റ്റായിട്ട് ഇതിനകത്തൂടെ കൊടുക്കാം. ഇവിടെ കൊണ്ടു നിർത്താം. എന്നിട്ട് ഇതിലേക്ക് ഈ നേരത്തെ ഉള്ള നമ്മുടെ ഈ വയറിൻ്റെ കൂടെ ടേപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഇതാണ് എക്സ്റ്റേണൽ മൈക്കാണിത്. നമ്മുടെ കാർ സ്റ്റീരിയോയുടെ നേരത്തെയുള്ള ഇൻബിൽറ്റ് എക്സ്റ്റേണൽ മൈക്ക് ഇവിടെ മേളിലുണ്ട്. അതിൻ്റെ വഴിക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഈ സെറ്റിൻ്റെ കൂടെ നിന്ന് എക്സ്റ്റേണൽ മൈക്ക് തന്നെ കണക്ട് ചെയ്യുകയാണ്. ക്ലാരിറ്റി നോക്കിയിട്ട് അത്ര നല്ല ക്ലാരിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് ചേഞ്ച് ചെയ്യണം. ഇതാണ് ആ എക്സ്റ്റേണൽ ഇത് വണ്ടിയുടെ ഇൻബിൽറ്റ് മൈക്ക്, അതിൻ്റെ വയറാണ് ഈ വരുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഈ മൈക്കിനെ നമുക്ക് ആദ്യം കണക്ട് ചെയ്യാം. GPS കണക്ട് ചെയ്തു. ഇത് സ്റ്റിയറിംഗ് വീലിൻ്റെ കൺട്രോളാണ്. മേളിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ഇൻബിൽട്ടായിട്ട് വരുന്ന എക്സ്റ്റേണൽ മൈക്കിൻ്റെ കണക്ഷനാണിത്. അതിപ്പോൾ ഞാൻ ഡമ്മി ചെയ്തിരിക്കുന്നുണ്ട്. യെസ്, എത്രയേ ഉള്ളൂ കാര്യങ്ങൾ. GPS-ൻ്റെ കണക്ഷൻ ഇത് ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നുള്ളത് നോക്കാം. സെറ്റുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാമെന്ന് നോക്കാം. അതെ, ഇപ്പോൾ ഈ അഡാപ്റ്ററുകളെല്ലാം നമുക്ക് അതത് ഇതിലേക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ വേറൊന്ന് വരുന്നുണ്ട്. ഇപ്പോൾ വയറുകളൊന്നും കുരുങ്ങിപ്പോകാതെ ശ്രദ്ധിച്ചോളാം.
ഇത് കാറിൻ്റെ റേഡിയോയുടെ ആൻറ്റനയാണ്. അത് മറ്റേ ഈ ബ്ലൂവിൽ ഇതിൽ തന്നെയാണ് ആൻറ്റനയുടെ ഇതും വരുന്നത്. അപ്പോൾ അതിനകത്ത് സെപ്പറേറ്റ് ചെയ്ത് അവർ സെപ്പറേറ്റ് പിന്നായിട്ട് തന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പിൻ ചെയ്താൽ മാത്രം മതി. സോ ഈ പിന്നുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഈ ഫീമെയിൽ പാർട്ട്, ഇതിൻ്റെ മെയിൽ പാർട്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കറക്റ്റായിട്ട് അഡാപ്റ്റ് ആകുന്ന പിന്നുകൾ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലാണ്ട് കൺഫ്യൂഷനൊന്നും ഇവിടെ ചാൻസ് ഇല്ല. എടുത്ത് അതതിന് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ ഇത് തന്നെ കാറിൻ്റെ ഇൻബിൽറ്റ് USB-യുടെ അഡാപ്റ്റർ. അപ്പോൾ ഇതിൻ്റെയും ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, രണ്ടും ഒരേ മാതിരിയുള്ള സാധനം. അപ്പോൾ ആ പിന്ന് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ താഴോട്ട് വെച്ചതിന് ശേഷം ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ട നമ്മുടെ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന അഡാപ്റ്ററുകളിൽ നിന്ന് നമ്മുടെ ഈ പുതിയ സെറ്റിലേക്ക് വരുന്ന അഡാപ്റ്ററിൻ്റെ ഫോമിലേക്ക് ഇതെല്ലാം മാറിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഈ സെറ്റിൻ്റെ പുറകുവശത്ത് വരുന്ന അഡാപ്റ്ററിന് അതിലേക്ക് കുത്തുന്ന മാതിരി ഇതെല്ലാം മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതത് സോക്കറ്റിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓരോ അഡാപ്റ്ററിനും സൈസിനും പ്ലഗിനും എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കാരണം കൺഫ്യൂഷൻ ആവില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള ആ പ്ലഗിലേക്ക് മാത്രമേ അത് കുത്താൻ പറ്റുള്ളൂ. മാറ്റി കുത്തി എന്തെങ്കിലും ആയി പോകുമെന്നൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇത് GPS-ൻ്റെ കണക്ട് ചെയ്യാനുള്ള പിന്നാണിത്. ഇത് റേഡിയോയുടെ ആൻറ്റിന കണക്ട് ചെയ്യാനുള്ള പിന്ന്. ബാക്കിയുള്ള കൺട്രോളുകളുടെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ, മറ്റുള്ള കൺട്രോളുകൾ, ഡിസ്പ്ലേയുടെ എല്ലാ റിവേഴ്സ് ക്യാമറ എല്ലാത്തിൻ്റെയും കൺട്രോളുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം കണക്ഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇത് മെയിൻ കണക്ഷന്, ഇത് റിവേഴ്സ് ക്യാമറയുടെ, ഇത് മൈക്ക് കണക്ഷന്, USB പെൻ ഡ്രൈവ്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും കൺഫ്യൂഷൻ ആവേണ്ട കാര്യങ്ങളില്ല. കാരണം അതേ അഡാപ്റ്റർ അങ്ങനെ ഇതിനനുസരിച്ചുള്ള സോക്കറ്റ് മാറി കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ ആ സോക്കറ്റ് നോക്കി ഒന്ന് പിൻ ചെയ്താൽ മാത്രം മതി. അല്ലാണ്ട് വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ കേസ് മൗണ്ട് ചെയ്യാനും വലിയ പാടൊന്നുമില്ല. നമുക്ക് ചുമ്മാ വെച്ചാൽ മതി. അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് കറക്റ്റായിട്ടങ്ങ് സീലായിക്കോളും. ഇതിനകത്ത് നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സ്വിച്ച് ഒന്ന് ഓണാക്കി. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. ഇതിലിപ്പം നോക്കിക്കഴിഞ്ഞാൽ സാറ്റലൈറ്റ് കണക്റ്റ് ആയിട്ടില്ല. അത് നമ്മൾ ഈ ഷെഡിനകത്തായതുകൊണ്ടാണ്. കുറച്ച് പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ നമുക്കത് കണക്റ്റ് ആവും. ഇതിൻ്റെ സെറ്റിങ്സ് എല്ലാം വൈഫൈയും കാര്യങ്ങളും എല്ലാം നമുക്ക് കണക്ട് ചെയ്യാം. ഹോം ബട്ടൺ, ഇവിടെ റേഡിയോ, ഓട്ടോ ട്യൂൺ ആയിക്കോളും. റേഡിയോ, നാവിഗേഷൻ, ഗൂഗിൾ മാപ്പ് ഉണ്ട്. പിന്നെ മ്യൂസിക് എടുക്കുകയാണെങ്കിൽ ഗാന ഉണ്ട്. പിന്നെ ആമസോൺ പ്രൈമോ ഗാനയോ ആമസോൺ മ്യൂസിക്കോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻ്റർനെറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ്, ഗൂഗിള്, പ്ലേസ്റ്റോർ, ഡിസ്നി ഹോട്ട്സ്റ്റാർ ഇതെല്ലാം ഉണ്ടാവും. ആപ്പുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആപ്പ് വേണമെങ്കിലും പ്ലേസ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം, ആവശ്യമുള്ള ആപ്പുകൾ. പക്ഷേ ഓവറായിട്ട് ആപ്പും ഇതെല്ലാം കൂടെ ഇറക്കി ഇതിനെ സ്ലോ ആക്കി കളയരുത്. സോ അത്യാവശ്യത്തിനുള്ള ഇത് മാത്രം. ഫോണ് നമ്മൾ ബ്ലൂടൂത്തുമായിട്ട് പെയർ ചെയ്ത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വന്നോളും. പിന്നെ ഈ സെൻറ്ററിലത്തെ ഇത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം. ഇപ്പോൾ സ്പീഡോമീറ്റർ വേണമെങ്കിൽ സ്പീഡോമീറ്റർ ആക്കാം, അല്ലെങ്കിൽ വണ്ടിയുടെ ലോഗോ വേണമെങ്കിൽ അങ്ങനെ ആക്കാം. ഈ ലോഗോയും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ മാപ്പ് വേണമെങ്കിൽ അങ്ങനെ, കോമ്പസ് വേണമെങ്കിൽ അങ്ങനെ, ടൈം ആണെങ്കിൽ അങ്ങനെ. സോ ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതിനെ മാറ്റാം. ഇതിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം. സെറ്റിങ്സിൽ പോയിട്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്യാം. സോ അതായത് ഇതിൻ്റെ തീം എഡിറ്റർ ഉണ്ട്. തീം എഡിറ്റിൽ പോയിട്ട് നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ കളറും കാര്യങ്ങളെല്ലാം മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതൊക്കെ കുറച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതായിക്കോളും.
അപ്ലൈ കൊടുത്താൽ അപ്പോൾ ഇതുമായിട്ടൊന്ന് ശീലിച്ച് വരാൻ കുറച്ച് സമയം ഒരു ദിവസത്തെ പണിയുണ്ടാകും. നമ്മളൊന്ന് ഒരു ദിവസമല്ല, ഒരു മണിക്കൂർ നമ്മൾ ഇതുമായിട്ടൊന്ന് ചിലവഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം. അതിപ്പോൾ സാറ്റലൈറ്റ് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഗൂഗിൾ മാപ്പൊക്കെ ഈസി ആയിട്ട് വർക്ക് ആയിക്കോളും. സോ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ USB ഡാഷ്ബോർഡിൽ വരുന്ന മാതിരി വെച്ചേക്കുക. മറ്റുള്ള വയറുകളൊക്കെ സൂക്ഷിച്ച് ഇതിൻ്റെ ഫാനും കാര്യങ്ങളൊന്നും കൊള്ളാത്ത രീതിയിൽ സൂക്ഷിച്ച് വയ്ക്കുക. ഇവിടെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു കാര്യമുള്ളൂ. ഈ ഒരു എക്സ്റ്റേണൽ മൈക്ക് ഫിറ്റ് ചെയ്യുന്ന ഒരു വയർ മാത്രമേ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. വേറെ അല്ലാണ്ട് ഇവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പം അവിടുത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡ് പാനൽ നമുക്കതിന് ഫിറ്റ് ചെയ്യാം. കറക്റ്റായിട്ട് സോക്കറ്റിലോട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ പിന്നെ നോക്കി ഫിറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇത് ഫിറ്റ് ചെയ്തു. പിന്നെ ഇത്രയേ ഉള്ളൂ കാര്യം. കണ്ടില്ലേ? അപ്പോൾ എന്ത് നല്ല ഫിറ്റാണെന്ന് നോക്കിക്കോളൂ. പിന്നെ ഈ ഡാഷ്ബോർഡിൻ്റെ ഫിറ്റിംഗ് കൂടെ ഉണ്ട്. ഡാഷ്ബോർഡ് നമുക്ക് ഇതിനകത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവിടെ തൂങ്ങി കിടക്കുന്നവരെയാണ്. അതിൻ്റെ രണ്ട് ഇതേ നോക്കിക്കോളൂ, രണ്ട് ഇതേമാതിരി ഉണ്ടാവും. അതിലേക്ക് വയ്ക്കുക, എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇത്രയാണ് സംഭവം. ഇത് നമുക്ക് പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടേക്കാം. അതല്ല ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അത് നമ്മുടെ ഇഷ്ടം, അങ്ങനെ വേണം ചെയ്യാം. അതിനുശേഷം ഡാഷ്ബോർഡ് ക്ലോസ് ചെയ്യാം. ഇതാണ് ഒരു 1.5-3 മണിക്കൂറത്തെ പണിയേ ഉള്ളൂ സംഭവം. ശരിക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു വർക്ക്ഷോപ്പിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ശരിക്കും ഒരു 10 മിനിറ്റ് 15 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. പിന്നെ റിവേഴ്സ് ക്യാമറ ഫിറ്റ് ചെയ്യുന്നത് അത് ഈ സൈഡിൽ കൂടെ ഇത് കൊണ്ടുപോയിട്ട് വേണം ചെയ്യാൻ. പിന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് എടുത്തതിലോട്ട് പിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഡിസയറിൻ്റെ ഉണ്ടായിരുന്ന സെറ്റ് മാറ്റിയിട്ട് ഇപ്പോൾ പുതിയ ഈ വുഡ്മാൻ്റെ ആൻഡ്രോയിഡ് സെറ്റാണ് ഫിറ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, ഈ സെറ്റിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് റിലാക്സ് ആൻഡ് വാച്ച്. നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.